എപ്പോഴും അവർക്ക് തീർത്ഥാടനങ്ങൾ വരുന്നവർ എല്ലായിടത്തും പോകുന്നവരാണ്. എവിടെയെങ്കിലുമൊക്കെ അത്ഭുതപ്പാടുകളുള്ളപ്പോൾ അവിടെയൊക്കെ പോവുകയും പരിശോധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പോലെ കൃപാസനത്തിൽ വന്ന് വീഴരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് സത്യസന്ധമായിട്ട് മനുഷ്യൻ സുവിശേഷം ജീവിക്കാൻ മറിയത്തെ മാതൃകയാക്കി അതിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്വർഗീയ ദൗത്യമായ പ്രത്യക്ഷീകരണത്തോട് സർവ്വത്മന അർത്ഥവത്തായിട്ട് സഹകരിക്കാൻ മനസ്സുള്ളവർ വന്ന് ദൈവത്തെ കണ്ടുമുട്ടി നേരിട്ട് സംസാരിച്ച് കൈപിടിച്ച് നടക്കുന്ന ഒരു സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് മുന്തിയ നിലവാരമുള്ള ദൈവാനുഭവത്തിന് വേണ്ടി പരിശ്രമിക്കാതെ ചെറുകിട പരിപാടി ആക്കിയായിട്ട് ദൈവതിരുസന്നിധിയിൽ നിങ്ങളുടെ ഈ കാപട്യം വീണ്ടും ദൈവതിരുസന്നിധിയിൽ എടുത്ത് ഉയർത്തരുത്. ദയവായിട്ട് വളരെ ശ്രദ്ധയോട് വേണം ഉടമ്പടിയുടെ ഓരോ ധ്യാനം കേൾക്കാനും. ഉടമ്പടി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് എന്തോ അതിൽ കൂടുതലല്ലാതെ കുറച്ചൊരിക്കലും ചെയ്യരുത്. ഞങ്ങളൊരു സാധാരണ വിശ്വാസിക്ക് എടുത്താൽ പൊങ്ങാവുന്ന ചെറിയ ഭാരങ്ങൾ മാത്രമേ തരത്തുള്ളൂ. അത് ഞങ്ങൾ തരുന്നതല്ല. ഈ ഉടമ്പടി പുസ്തകം വെറും 72 മണിക്കൂർ കൊണ്ടാണ് ഈ വലിയ പുസ്തകം എഴുതിയത്. അപ്പോൾ മനസ്സിലാവും കർത്താവിൻ്റെ അഭിഷേകം എന്തുമാത്രം ആ പുസ്തകത്തിലുണ്ടെന്ന്. അതിൽ അന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഒരു ഉപവാസമുണ്ട്, ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച അരമണിക്കൂർ ഒരു ദിവസം വചനം വായിക്കണം. ചൊവ്വാഴ്ച ഉടമ്പടി അപ്ഡേഷൻസ് ഉണ്ട്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് തട്ടിച്ച് വെച്ച് വചനാധിഷ്ഠിതമായ പഠനങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ ആതുര സേവനം ചെയ്യണ ആഴ്ചവട്ടങ്ങളിൽ അതിനേക്കാളുപരി നിങ്ങളുടെ വിശ്വാസം കൈമാറണം. ഇന്നലെയും 10-80 കൊല്ലമായിട്ട് ദൈവത്തിന് ഒരു പ്രയോജനമില്ലാത്ത ചുമ്മാ പട്ടിക്കാട്ടം പോലെ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തമായി മാറി. വിശ്വാസം കൈമാറി, വിശ്വാസം സാക്ഷീകരിച്ച് ദൈവത്തെ തന്നെ അവരെ കാണുമ്പോൾ എൻ്റെ ദൈവ പൈതലാണെന്ന് ദൈവത്തിന് തോന്നാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് പുതിയൊരു ഫോർമേഷനിലേക്കാണ് നമ്മൾ വരണത്, ഫെയ്ത്ത് ഫോർമേഷനിലേക്കാണ് വരണത്. അപ്പം അതുകൊണ്ട് ഇത് ഉടമ്പടിയിൽ മിനിമം എല്ലാവരും ചെയ്ത് വിജയിച്ച ഒരു ജീവിതചര്യയാണ് ഉടമ്പടി മുന്നോട്ട് വെക്കുന്നത്. അത് സ്വാഭാവികമായി അതിലേക്ക് കൂടുതലല്ലാതെ എൻ്റെ മക്കൾ ഒരിക്കലും കുറച്ച് ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ചെയ്യാനുള്ള ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമുക്കിങ്ങനെ എൽ ഷേപ്പിൽ ഒരു റോഡ് കിടക്കുകയാണെങ്കിൽ ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഒരു കുരിശ് പോലെ റോഡ് കിടക്കുകയാണ്. അപ്പോൾ കിഴക്കുന്ന വരുന്നൊരു മനുഷ്യൻ ഈ കുരിശിൽ പോയിട്ട് പിന്നെ തെക്കോട്ട് കൊണ്ട് വരാം അവർ ഷോർട്ട് കട്ട് എടുക്കും. അപ്പോൾ ഇത്തിരി വഴി നേരത്തെ ഇത്തിരി വഴി ലാഭിക്കും. ഒരു 10 മീറ്റർ ഒരു 5 മീറ്റർ ലാഭിക്കാൻ വേണ്ടി റോഡ് മാറ്റിയിട്ട് നമ്മൾ പുലിൻ്റെ പുറത്തുകൂടി പോകും. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം അതാണ്. ഇപ്പോൾ എന്ത് കുറച്ച് ചെയ്യാൻ പറ്റും അതാണ് മനുഷ്യൻ നോക്കണം. ഉടമ്പടി നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാര്യം